മക്കളെ നമസ്കാരം. 7ാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാർക്ക് നമസ്കാരം. നമ്മൾ മലയാളം സെക്കൻഡിലേക്ക് കടക്കാൻ പോവുകയാണ്. അടിസ്ഥാന പാഠാവലി അല്ലെ, കുറേ ക്രിയേറ്റീവായിട്ട് എഴുതാനുള്ളതാണ്. നിങ്ങൾക്ക് 6 പ്രവർത്തനങ്ങളാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക. നമുക്ക് ഓരോ പ്രവർത്തനമായിട്ട് നോക്കാം കേട്ടോ. ആദ്യത്തെ പ്രവർത്തനം എന്താണെന്ന് നോക്കാം. ആദ്യത്തെ പ്രവർത്തനം നോക്കൂ മക്കളെ. ആദ്യത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് അവധാരണമാണ്. അവധാരണം നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ വായിക്കാത്തൊരു ഖണ്ഡിക, ഒരു പാരഗ്രാഫ് തരും. അത് വായിച്ചിട്ട് അതിൽ നിന്ന് തന്നെയുള്ള ക്വസ്റ്റ്യൻസ് തരും. അത് ഈസിയാണ്, അതിന് പ്രിപ്പറേഷൻ്റെ ആവശ്യമില്ല. നമ്മുടെ ഭാഷയല്ലേ, നമ്മുടെ മലയാളം അല്ലേ. പച്ച മലയാളത്തിലുള്ള ഒരു ഖണ്ഡിക അങ്ങോട്ട് തരും, ഒരു പാരഗ്രാഫ് അങ്ങോട്ട് തരും. അത് വായിച്ചിട്ട് അതിൽ നിന്ന് 5 ക്വസ്റ്റ്യൻസ് താഴെ തരും. എല്ലാ ഉത്തരങ്ങളും അതിൽ തന്നെ ഉണ്ട്, നിങ്ങളൊന്ന് നോക്കി എഴുതിയാൽ മതി. എന്ത് എളുപ്പമല്ലേ മാർക്ക് മേടിക്കാൻ. അത് തനിയെ ചെയ്തോളുക. അടുത്തത് പ്രവർത്തനം 2. നിങ്ങൾക്കറിയാലോ, നിങ്ങൾക്ക് കൃഷിനെ ബേസ് ചെയ്തിട്ടാണ് 3 പാഠങ്ങളും സെക്കൻഡിലുള്ളത് അല്ലേ. അതുകൊണ്ട് തന്നെ ചോദ്യം നോക്കൂ. കാർഷികോത്സവങ്ങളും നാട്ടുത്സവങ്ങളും ജനമൈത്രി നിലനിർത്താൻ സഹായിക്കുന്നത് എങ്ങനെ? നിങ്ങൾക്ക് ഏത് ഒരു നാട്ടുത്സവത്തിനെ പറ്റിയ പഠിക്കാനുള്ളത്? കുമ്മാട്ടിക്കളി പഠിക്കാനുണ്ട് അല്ലേ. ഇപ്പൊ നമുക്ക് ഓണമാണ് വരുന്നത്. ഏതൊക്കെയാ മക്കളെ നമ്മുടെ കാർഷികോത്സവങ്ങൾ? അറിയാലോ, ഓണം, വിഷു, ഇതൊക്കെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഉത്സവങ്ങളാണ് അല്ലേ. ഇനി നാട്ടുത്സവങ്ങൾ ഏതൊക്കെയാ? കുമ്മാട്ടിക്കളിയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ മെയിനായിട്ട് ആ 3 എണ്ണത്തിന് ബേസ് ചെയ്തിട്ട് നിങ്ങൾ ഉത്തരം എഴുതിയാൽ മതി. നിങ്ങൾ വേറെ കാര്യങ്ങളിലേക്ക് പോകണ്ട. അപ്പം നമ്മൾ ആദ്യം എന്താ എഴുതുക? ഓണം, വിഷു എന്നിവയാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാർഷികോത്സവങ്ങൾ അല്ലേ. ഇനി ഓണത്തോടനുബന്ധിച്ച് നമ്മൾ കണ്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് അല്ലെങ്കിൽ ഒരു കലാരൂപമാണ് എന്തെന്ന്? കുമ്മാട്ടിക്കളി. ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇതെങ്ങനെയാണ് ജനമൈത്രി നിലനിർത്തുക? ജനമൈത്രി എന്ന് വെച്ചാൽ എന്താ? മനുഷ്യർ തമ്മിലുള്ള സ്നേഹബന്ധം എങ്ങനെയാണ് നിലനിർത്തുക എന്ന് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ പറയാ, നമ്മള് അല്ലെ സാധാരണ മനുഷ്യര് രാപ്പകൽ അധ്വാനിച്ച് കഴിയുന്നവരാണ്. പലതരത്തിലുള്ള ജോലികൾ ചെയ്താണ് നമ്മൾ നമ്മുടെ ജീവിക്കാനുള്ള പൈസ കണ്ടെത്തുന്നത്, അന്നത്തെ ഭക്ഷണത്തിനുള്ള പൈസ കണ്ടെത്തുന്നത്. ഇങ്ങനെ ഈ അധ്വാനിച്ച് ജീവിക്കുന്നതിനിടയിൽ നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ആഘോഷങ്ങൾ. ആ എല്ലാ തരത്തിലുള്ള അധ്വാനങ്ങളിൽ നിന്നും മാറി നിന്ന് മനുഷ്യനൊന്ന് സന്തോഷിക്കുന്ന അവസരമാണ് എന്ത്? ഈ ഉത്സവങ്ങളും ആഘോഷങ്ങളും ഒക്കെ. അതിൽ തന്നെ മലയാളിയുടെ ജീവിതത്തിനോട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നത് ഓണവും വിഷുവുമാണ്. അത് രണ്ടും കാർഷിക ഉത്സവങ്ങളാണ്. എന്താ കാർഷിക ഉത്സവം എന്ന് വെച്ചാൽ അർത്ഥം? കൃഷിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഉത്സവങ്ങൾ. ഈ കാർഷികോത്സവങ്ങൾ എന്ന് വെച്ചാൽ പാടത്ത് കൊയ്ത്തെല്ലാം കഴിഞ്ഞ് നമുക്ക് കുറച്ച് നെല്ലൊക്കെ കിട്ടി, പൈസയൊക്കെ കിട്ടി കഴിയുമ്പോൾ വിളവെടുപ്പ്, പാടത്തും എല്ലാം വിളവെടുപ്പ്, മത്തൻ, പടവലം, അങ്ങനെയുള്ള എല്ലാ പച്ചക്കറിയും സാധനങ്ങളും ഒക്കെ വിളഞ്ഞു കഴിഞ്ഞ് അതെടുത്ത് കഴിയുമ്പോൾ അതിനോട് ബന്ധപ്പെട്ട് നമ്മൾ നടത്തുന്ന ഒരു ഉത്സവമാണ് അല്ലേ വിഷുവും ഓണവും ഒക്കെ. അപ്പോൾ അത് ജനമൈത്രിക്ക് എങ്ങനെയാണ് കാരണമായി തീരുന്നത്, സഹായിക്കുന്നത് എങ്ങനെയാണ്? മനുഷ്യര് ഉത്സവത്തിന്റെ പേര് പറഞ്ഞിട്ടാണ് മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മാനങ്ങൾ കൈമാറിയും ഒരുമിച്ച് നിന്നുമാണ് അത് ആഘോഷിക്കുന്നത് അല്ലേ. എന്ത് സാധനം, എന്ത് ഉത്സവമാണെങ്കിലും എന്ത് ആഘോഷമാണെങ്കിലും അത് ഒരാൾ ഒറ്റയ്ക്കല്ല ചെയ്യുക. അതെങ്ങനെയാ? അതൊരു സമൂഹം കൂട്ടായി നിന്നാണ് ആഘോഷിക്കുക. അപ്പൊ ഈ സമൂഹം കൂട്ടായി നിന്ന് ആഘോഷിക്കുമ്പോൾ ഓണമൊക്കെ ജാതി, മതം ഒക്കെ നമ്മൾ മാറ്റിവെച്ച് എല്ലാവരും ഒന്നിച്ച് പൂക്കളം ഇട്ട് ഒന്നിച്ച് പുത്തൻ ഉടുപ്പുകൾ വാങ്ങി അങ്ങ് ആഘോഷിക്കുകയാണ് അല്ലേ. ഇനി കുമ്മാട്ടിയാണെങ്കിലും കലാരൂപങ്ങളാണെങ്കിലും നമ്മളത് ഒന്നിച്ചാണ് ആഘോഷിക്കുന്നത്, ഒന്നിച്ച് വേഷം കെട്ടും. നിങ്ങൾക്കറിയാലോ, വിദ്യാലയങ്ങളിൽ പോലും ഇപ്പോൾ നമ്മൾ കുമ്മാട്ടികളിയൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരുമിച്ച് വേഷം കെട്ടുന്നു, ഒരുമിച്ച് അതിന് വേണ്ട സാമഗ്രികൾ, പൂക്കളും പുല്ലും ശേഖരിക്കാൻ പോകുന്നു, ഒരുമിച്ച് മേക്കപ്പ് ചെയ്യുന്നു, ഒരുമിച്ച് താളമേളങ്ങളോടെ നൃത്തം വെക്കുന്നു അല്ലേ. അങ്ങനെ മനുഷ്യൻ വെറുതെ ഭക്ഷണം കഴിക്കുന്നു, പണിയെടുക്കുന്നു, അങ്ങനെ വിരസമായി പോകുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ ഒന്നിച്ചു കൂടി നിന്ന് ആഘോഷിക്കാനുള്ള ഒരു അവസരമാണ് ആഘോഷങ്ങൾ. അത് പ്രത്യേകിച്ച് ഇത്തരം എല്ലാ കാർഷികോത്സവങ്ങളും നാട്ടുത്സവങ്ങളും എല്ലാം ജാതിക്കും മതത്തിനും ഒക്കെ അതീതമായി നിന്നുകൊണ്ട് മനുഷ്യർ തമ്മിലുള്ള സ്നേഹം ഊട്ടിയുറപ്പിക്കാൻ നമ്മളെ സഹായിക്കുന്നു. ഓക്കെ, ശരി. അപ്പൊ പ്രധാന പോയിന്റ് എന്താ? അതിൻ്റെ ജാതി മതമൊക്കെ വിട്ട് കളഞ്ഞിട്ട് നമ്മൾ തമ്മിലുള്ള സ്നേഹം ഊട്ടി ഉറപ്പിക്കാൻ, ഒരുമിച്ച് നിന്ന് ആഘോഷിക്കാൻ സഹായിക്കുന്നു. അത് എഴുതണം കേട്ടോ പരീക്ഷയ്ക്ക്. അടുത്തത്, ചേർക്കുണ്ടിൽ താഴുമീ വിരൽ തുമ്പാലല്ലോ നാടിന്റെ നന്മകൾ നേടുന്നു. ആശയം വ്യക്തമാക്കുക. ഏത് പാഠത്തിലെത്തിയാ?
ഗ്രാമശ്രീകൾ അല്ലെ. പ്രധാനമായിട്ടും പറയേണ്ടത് എന്താ? നമ്മൾ മനുഷ്യന്റെ നിലനിൽപ്പ് കർഷകരെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അല്ലെ. മനുഷ്യർക്ക് എത്ര ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന എന്തെല്ലാം ജോലികൾ ചെയ്താലും വയറ് വിശക്കുമ്പോൾ നമുക്ക് ഭക്ഷണം വേണം കഴിക്കാനായിട്ട് അല്ലെ. ഭക്ഷണം വേണമെങ്കിൽ എന്താ? ആരെങ്കിലും പാടത്ത് കഷ്ടപ്പെട്ട് അധ്വാനിച്ചാലേ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ധാന്യങ്ങൾ വിളയിച്ചെടുക്കാൻ പറ്റൂ അല്ലേ. അല്ലാതെ ആടിനെയും കോഴിനെയും മാത്രം പുഴുങ്ങി തിന്ന് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? എപ്പോഴും ആടിനെയും കോഴിനെയും പുഴുങ്ങി തിന്ന് ജീവിക്കണമെങ്കിൽ ആടിനും കോഴിക്കും വല്ലത് പച്ചക്കറി കൊടുത്താലേ അവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ ആരെങ്കിലും പാടത്തിറങ്ങി അധ്വാനിക്കണം. ഇങ്ങനെ പാടത്ത് സ്വന്തം വിയർപ്പ് കൊണ്ട് അധ്വാനിക്കുന്ന സ്ത്രീകളാണ് ഗ്രാമത്തിലെ ഐശ്വര്യ ദേവതകൾ. ഗ്രാമശ്രീകൾ എന്നുള്ള പാഠമാണത് അല്ലെ. ശ്രീ എന്ന് വെച്ചാൽ ഐശ്വര്യം എന്നാണ് അർത്ഥം. ഗ്രാമത്തിന്റെ ഐശ്വര്യ ദേവതകൾ അവരാണ്. ചേർക്കുണ്ടിൽ താഴ്ത്തും ഈ വിരൽ തുമ്പ്. കൈകൊണ്ട് ചേറുണ്ടല്ലോ, ചളി അല്ലെ. പാടത്തെ ചളിയില് അധ്വാനിക്കുന്ന ആ വിരലുണ്ടല്ലോ, ആ വിരലിലാണ് ഈ നാടിന്റെ മുഴുവനും നന്മ ഇരിക്കുന്നത്. അവരതിന് തയ്യാറായില്ലെങ്കിൽ നമ്മൾ പട്ടിണി കിടന്ന് ചത്തുപോകും അല്ലെ, പട്ടിണി കിടന്ന് മരിച്ചു പോകും. അപ്പൊ നമ്മുടെ എല്ലാ ഐശ്വര്യങ്ങളും, ഒരു രാജ്യത്തിന്റെ എല്ലാ ഐശ്വര്യങ്ങളും നിലനിൽക്കുന്നത് എന്തിലാണ്? അവിടുത്തെ കാർഷിക വ്യവസ്ഥയിലാണ്, കൃഷിക്കാരിലാണ്, അവരുടെ അധ്വാനത്തിലാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. അടുത്തത് കർഷകശ്രീ അവാർഡ് നേടിയ, തൊട്ട് മുമ്പിലത്തെ സ്ലൈഡ്, കർഷകശ്രീ അവാർഡ് ലഭിച്ച ഒരു കർഷകരുമായുള്ള അഭിമുഖ സംഭാഷണത്തിന് പോവുകയാണ് നിങ്ങൾ ചോദ്യങ്ങൾ തയ്യാറാക്കാൻ. നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യാൻ പോവാണ് ഒരാളെ കേട്ടോ. അപ്പൊ അയാളോട് നിങ്ങൾ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കും? ഇതാണ് നമ്മുടെ പ്രശ്നം. എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കും? പറ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇത് നമുക്ക് എഴുതിയാലോ അല്ലേ? കാരണം നിങ്ങൾക്കത് ചിലപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു പോയാൽ ഓർമ്മയിൽ നിന്നില്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് എഴുതി എടുത്തോളൂ കേട്ടോ. അപ്പൊ ആദ്യത്തെ ചോദ്യം എന്താ? ആദ്യം കർഷകശ്രീ അവാർഡൊക്കെ നേടിയിരിക്കുന്ന ഒരു വലിയ ആളുടെ അടുത്തേക്ക് നിങ്ങൾ ചെല്ലുകയാണ് അഭിമുഖത്തിന്. ആളിങ്ങനെ ഇരിക്കുകയാണ്, സങ്കല്പിക്കുക. നിങ്ങൾ ഫസ്റ്റ് ചോദ്യം എന്തായിരിക്കും ചോദിക്കുക? ഏതാണ് നിങ്ങളുടെ കൃഷി? എന്ത് കൃഷിയാണ് നിങ്ങൾ ചെയ്യുന്നത് അല്ലെ? അത് നെൽകൃഷിയാവാം, പൈനാപ്പിൾ ആവാം, പച്ചക്കറി കൃഷിയിലാവാം, കരിമ്പ് കൃഷിയിലാവാം, ഗോതമ്പ് കൃഷിയിലാകാം, സൂര്യകാന്തി പൂക്കളായിരിക്കാം. എന്ത് കൃഷി ചെയ്തിട്ടാണ് നിങ്ങൾക്ക് അവാർഡ് കിട്ടിയെന്ന് ചോദിക്കണ്ടേ? അപ്പോൾ ഏതെല്ലാം വിളകളാണ് നിങ്ങൾ കൃഷി ചെയ്യുന്നത്? ഇത് വേണ്ടേ ചോദിക്കാൻ ആദ്യം അല്ലെ? എന്നിട്ട് അതിനെ ബേസ് ചെയ്ത് വേണ്ടേ ചോദ്യങ്ങൾ വരാൻ? ഏതെല്ലാം വിളകളാണ് കൃഷി ചെയ്യുന്നത്? ഞാനിവിടെ വിളകൾ എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ, ബാക്കി നിങ്ങൾ ഊഹിക്കണം കേട്ടോ. ഏതെല്ലാം വിളകളാണ് കൃഷി ചെയ്യുന്നത് എന്ന് നമുക്ക് ആദ്യത്തെ ചോദ്യം ചോദിക്കാം. രണ്ടാമത്തെ ചോദ്യം എന്ത് ചോദിക്കണം? ഒരു കർഷകനോട് നമ്മൾ എന്താ ചോദിക്കുക? ഇപ്പൊ അയാൾ പറഞ്ഞു എന്ന് വിചാരിക്കും നെല്ലാണ് കൃഷി ചെയ്യുന്നത്, അല്ലെങ്കിൽ പൈനാപ്പിൾ ആണ് കൃഷി ചെയ്യുന്നത്, എന്ത് വേണേലും പറഞ്ഞു. അപ്പൊ നമ്മൾ അടുത്തതായിട്ട് എന്ത് ചോദിക്കണം? നിങ്ങൾക്ക് എത്രയുണ്ട് അല്ലെ കൃഷിയിടം? അത്ര ചോദിക്കുക. നിങ്ങൾ എത്രമാത്രം വിപുലമാണ് അയാളുടെ കൃഷിയിടം? അപ്പോൾ പുരയിടത്തിന്റെ അല്ലെ, പുരയിടമല്ല സോറി, കൃഷിയിടം അല്ലെ, കൃഷി സ്ഥലത്തിന്റെ വലിപ്പം എത്രയുണ്ട് എന്ന് ചോദിക്കുക. എത്ര വലുപ്പത്തിലാണ് നിങ്ങൾ കൃഷി ചെയ്യുന്നത്? കുറെ ഏക്കർ കണക്കിനാണോ അതോ കുറച്ച് സ്ഥലത്ത് തന്നെ കണ്ടമാനം വിളവുണ്ടാക്കി എടുക്കുന്നതാണോ അല്ലെ? അപ്പൊ ഈ കൃഷിസ്ഥലം എവിടെയാണെന്ന് നമുക്ക് ചോദിക്കാം. ഏത് ജില്ലയിലാണ് നിങ്ങളുടെ കൃഷിസ്ഥലം അല്ലെ? കൃഷിസ്ഥലം എവിടെയാണ്? അതിന് എത്ര വലുപ്പമുണ്ട്? വലുപ്പം ചോദിക്കാം. അതിന് കൃഷിസ്ഥലം എവിടെയാണ്, അതിന്റെ വലുപ്പം ഇത് ചോദിക്കാം അല്ലെ? നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ എഴുതണം കേട്ടോ. അങ്ങയുടെ കൃഷിസ്ഥലം എവിടെയാണ്, അതിന് എത്ര വലുപ്പമുണ്ട്, അങ്ങനെ ഒരാളോട് ചോദിക്കുന്ന പോലെ ചോദിക്കാൻ. ശരി. അപ്പൊ ആള് പറഞ്ഞു എന്ന് വിചാരിക്കുക, എനിക്കിങ്ങനെ ഒരു 10 പറ കൃഷി അല്ലെങ്കിൽ 100 പറ കൃഷിയുണ്ട്, അവിടെ നെല്ലാണ് കൃഷി ചെയ്യുന്നത്. അടുത്തത് നിങ്ങൾ എന്താ ചോദിക്കുക ആളോട്? ആളുടെ കൃഷി രീതിയുടെ പ്രത്യേകതകൾ നമുക്ക് ചോദിക്കാം അല്ലെ? എന്താ പ്രത്യേകത? ഇത്രയധികം വലിയ അവാർഡൊക്കെ കിട്ടാനായിട്ട് സാധാരണ എല്ലാവരും കൃഷി ചെയ്യുന്നതല്ലേ, പിന്നെ നിങ്ങൾക്ക് മാത്രം എന്താണ് ഇത്ര അവാർഡ് കിട്ടാൻ കാരണം? അപ്പോൾ നിങ്ങളുടെ ഈ കൃഷി രീതിയുടെ സ്പെഷ്യാലിറ്റി എന്താണ്? ഒരാൾക്ക് അവാർഡ് കിട്ടുമ്പോൾ നമ്മൾ അതല്ലേ ചോദിക്കുക അല്ലെ? എന്തൊക്കെയാണ് നിങ്ങളുടെ കൃഷി രീതിയുടെ പ്രത്യേകതകൾ ചോദിക്കാം. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് എന്ത് ചോദിക്കാം? അപ്പൊ കൃഷിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ വെല്ലുവിളി കീടനാശിനി ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അല്ലെ? അപ്പൊ കീടനാശിനികൾ ഉപയോഗിക്കാറുണ്ടോ? അതൊരു വലിയ ചോദ്യമാണ് അല്ലെ? കീടനാശിനി
ഉപയോഗിക്കാറുണ്ടോ? ഞാനിവിടെ കീടനാശിനി എന്ന് മാത്രമേ എഴുതുള്ളൂ മക്കളെ. നിങ്ങൾ നോട്ട്ബുക്കിൽ കീടനാശിനി ഉപയോഗിക്കാറുണ്ടോ എന്നും കൂടി എഴുതൂ കേട്ടോ. അടുത്തതായിട്ട് എന്ത് ചോദിക്കാം? വളങ്ങൾ ഏത് തരത്തിലുള്ള വളമാണ് ഉപയോഗിക്കുക? അല്ലെ, രാസവളമാണോ ജൈവവളമാണോ? രാസവളം എന്ന് പറയുന്നത് പെട്ടെന്ന് വിളവുണ്ടാക്കാം, പക്ഷെ അത്ര നല്ലതല്ല രാസവളം ഉപയോഗിക്കുന്നത്. അപ്പോൾ ജൈവവളമാണ് നമ്മുടെ കൃഷിക്ക് ഏറ്റവും കൃഷിക്ക് നല്ലത്. ജൈവവളം എന്ന് വെച്ചാൽ പ്രകൃതിയിൽ നിന്ന് തന്നെ കിട്ടുന്ന നമ്മൾ ചാണകപ്പൊടി അങ്ങനത്തെ വളമൊക്കെയാണ് ജൈവവളം. രാസവളം എന്ന് പറയുന്നത് യൂറിയ പോലത്തെ കെമിക്കൽ ആയിട്ടുള്ള സാധനങ്ങൾ. അപ്പൊ രാസവളമാണോ ജൈവവളമാണോ ഉപയോഗിക്കുക? അത് കർഷകരോട് എപ്പോഴും നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. അത് ഏത് തരത്തിലുള്ള വളമാണ് കൃഷിക്ക് ഉപയോഗിക്കുന്നത്? കാരണം ജൈവവളം ഇട്ടാലാണ് നമുക്ക് ആ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ നല്ലതാവുക, നെല്ലാണെങ്കിൽ നെല്ലൊക്കെ. അപ്പൊ രാസവളമാണോ ജൈവവളമാണോ ഉപയോഗിക്കുക? കീടനാശിനി ഉണ്ടോ? ഇനി അടുത്തത് എന്ത് ചോദിക്കാം? സർക്കാരിൽ നിന്ന് എന്തെങ്കിലും ധനസഹായം കിട്ടുന്നുണ്ടോ, എന്തെങ്കിലും പദ്ധതികൾ ഉണ്ടോ എന്ന് ചോദിക്കാം. കാരണം സർക്കാരിന്റെ ഒരു ചുമതലയാണ് കൃഷിക്കാർക്ക് പല പദ്ധതികളും കൊടുക്കേണ്ടത്. സർക്കാരിൽ നിന്നും കിട്ടുന്ന സഹായം, സർക്കാരിൽ നിന്ന് സഹായം ഉണ്ടോ? ഓക്കെ, അപ്പൊ സർക്കാരിൽ നിന്ന് സഹായം ഉണ്ടോ? എന്തൊക്കെ വളമാണ് ഉപയോഗിക്കുന്നത്? എത്രയുണ്ട് കൃഷി എന്നൊക്കെ ചോദിച്ചു തുടങ്ങിയാൽ ഇനി നമുക്ക് ചോദിക്കാം, അയാൾ ഈ കാർഷിക രംഗത്ത് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് എന്ന് ചോദിക്കാം അല്ലെ. അപ്പൊ ഈ കാർഷിക രംഗത്ത് കൃഷിക്കാർ നേരിടുന്ന പ്രധാന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? അങ്ങനെ ഒരു 7 ക്വസ്റ്റ്യൻ കേട്ടോ. കാർഷിക രംഗത്ത് ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ. അപ്പൊ ഗവൺമെന്റിന്റെ ഒക്കെ ശ്രദ്ധയിൽ പെടുത്താലോ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലെ. ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാം കേട്ടോ. ഇനി ഈ അവാർഡ് കിട്ടി അല്ലെ, ഈ അവാർഡിനെ കുറിച്ച് എന്താണ്, അവാർഡിനോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണ്? ഇത് വൈകിപ്പോയിന്നോ, നേരത്തെ ആയിന്നോ, അതോ ഇത് അർഹിക്കുന്നില്ല, വേറെ ആൾക്ക് കൊടുക്കണം എന്നൊക്കെ പറയാലോ അല്ലെ. അവാർഡിനോടുള്ള പ്രതികരണം. ഇത്രയും ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം. എൻ്റെ മക്കൾ ഒന്ന് പോസ് ചെയ്ത് എഴുതിയെടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എപ്പോഴും വരാറുണ്ട്. അവാർഡിനോടുള്ള പ്രതികരണം. ഓക്കെ, ശരി. ഇനി നമുക്കിത് മാറ്റിയാൽ നമുക്ക് അടുത്തതായിട്ട് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ശരി മക്കളെ, അടുത്തത് പ്രവർത്തനം 4 കേട്ടോ. ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞേക്കണത്. നിങ്ങൾക്ക് ഏറ്റവും അധികം മാർക്ക് മേടിക്കാൻ എളുപ്പമുള്ള ചോദ്യം. കാരണം ഒന്നുമില്ല, അങ്ങനെ തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ടാവും. ഇതിന് സെന്റൻസ് ആക്കുക വേണ്ടു. ഇതാണ് ജീവചരിത്രക്കുറിപ്പ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് പേര് മാധവിക്കുട്ടി, തൂലികാനാമം കമലാദാസ്, ജനനം പുന്നയൂർക്കുളം, ജനതീയതി മാർച്ച് 31, മരണം മെയ് 31, കവിതകൾ ഏതൊക്കെയാണ്, അവാർഡുകൾ, ഭാഷ ഏതൊക്കെ ഭാഷയിൽ അവർ എഴുതുന്നത്, അവര് കവിത, ചെറുകഥ, നോവലൊക്കെ എഴുതും, അവരുടെ സഹോദരി ആരാണ്, അവരുടെ കൃതികൾ ഏതാണെന്ന് തന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ തന്നാൽ നിങ്ങളോട് ജീവചരിത്രക്കുറിപ്പ് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഈ വിവരങ്ങളൊക്കെ ഒന്ന് സെന്റൻസ് ആക്കാൻ നമ്മുടെ മലയാള ഭാഷയല്ലേ, നമുക്കത് ചെയ്തൂടെ? ഫുൾ മാർക്ക് കിട്ടും. അപ്പൊ എന്താ എഴുതേണ്ടത്? അത് എന്താണ് എഴുതേണ്ടത്? മാധവിക്കുട്ടി, മാധവിക്കുട്ടിയുടെ തൂലികാനാമം കമലാദാസ് എന്നാണ് അല്ലെ. പേര് മാധവിക്കുട്ടി, തൂലികാനാമം വെച്ചാൽ പെന്നെയും ഒരു പ്രത്യേക പേരിലാണല്ലോ അവർ എഴുതുക. അപ്പൊ എന്തെന്നാ നമ്മൾ എഴുതി തുടങ്ങേണ്ടത്? കമലാദാസ് എന്നാണ് മാധവിക്കുട്ടിയുടെ തൂലികാനാമം. മാധവിക്കുട്ടി 1934 മാർച്ച് 31 എവിടെ ജനിച്ചു എന്ന് എഴുതിയിരിക്കുന്നത്? പുന്നയൂർക്കുളം അല്ലെ. പുന്നയൂർക്കുളത്ത് ജനിച്ചു. 2019 മെയ് 31 മരിച്ചു എന്നൊന്നും എഴുതരുത്. മരിച്ചു എന്നുള്ളത് ഒരു നല്ല വാക്കല്ല. കാരണം നമുക്ക് എന്താ പറയണത്? നമ്മളോട് വിട പറഞ്ഞു എന്നോ, ദിവംഗതയായിന്നോ, നിര്യാതയായിന്നോ ഒക്കെ എഴുതാം അല്ലെ. ഇനി കവിതകൾ, ചെറുകഥകൾ, നോവലുകൾ എന്നിവ എഴുതിയിട്ടുണ്ട്, എന്നിവ രചിച്ചിട്ടുണ്ട് ഇവര് അല്ലെ. ഇംഗ്ലീഷ്, മലയാളം എന്നീ ഭാഷകളിലാണ് ഇവർ പുസ്തകരചന നടത്താറുള്ളത്, അല്ലെങ്കിൽ സാഹിത്യരചന നടത്താറുള്ളത്. സിമ്പിൾ അല്ലേ? സുലോചന നാലപ്പാട്ടാണ് സഹോദരി. സുലോചന നാലപ്പാട്ട് ഇത്തിരി ഫേമസ് ആണ്, അതാണ് അവരുടെ പേര് കൊടുത്തേക്കുന്നത് കേട്ടോ. ഇനി എൻ്റെ കഥ, നിർമാതളം പൂത്ത കാലം എന്നിവയാണ് പ്രധാന കൃതികൾ. ഇപ്പൊ പ്രധാന കൃതികൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേറെ കുറെയൊക്കെ കൊടുക്കും ചിലപ്പോ, അതിൻ്റെയൊക്കെ പേരെങ്ങടെ എഴുതുക. എന്നിവയാണ് പ്രധാന കൃതികൾ. ജീവചരിത്രക്കുറിപ്പ് കഴിഞ്ഞു. ജീവചരിത്രക്കുറിപ്പ് എന്ന് വെച്ചാൽ എന്താ? ഒരാൾ ജനിക്കുമ്പോൾ തൊട്ട് മരിക്കുമ്പോൾ ഒരാളുടെ കാര്യം, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചുരുക്കി പറയല. അതിന്റെ വിവരങ്ങൾ തന്നിട്ടുണ്ട്. അപ്പൊ എന്ത് ഈസിയാ അല്ലേ? അപ്പൊ തന്നേക്കുന്ന വിവരങ്ങൾ വെച്ചിട്ട് നിങ്ങൾ സെന്റൻസ് ആക്കുക. ഇത്രയേ ചെയ്യാനുള്ളൂ. ഒരു പ്രാവശ്യം കൂടി പറയാമെന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ആദ്യം പേര് തന്നിട്ടുണ്ടാവും, തൂലികാനാമം തന്നിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെ എഴുതുക: മാധവിക്കുട്ടിയുടെ തൂലികാനാമം കമലാദാസ് എന്നാണ്. മാധവിക്കുട്ടി
പുന്നയൂർക്കുളത്താണ് ജനിച്ചത്. 1931 1934 മാർച്ച് 31 ഇവർ ജനിച്ചത്. 1931 2009 ഇവർ നമ്മോട് വിട പറഞ്ഞു. അല്ലെ, കഥകൾ, ചെറുകഥകൾ, നോവലുകൾ എന്നിവ രചിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ്, മലയാളം എന്നീ 2 ഭാഷകളിലും ഇവർ രചന നിർവഹിച്ചു, അല്ലെങ്കിൽ രചന നടത്തി, അല്ലെങ്കിൽ എഴുതി, എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതുക കേട്ടാ. സുലോചന, പ്രശസ്ത സാഹിത്യകാരി സുലോചന നാലപ്പാട്ടാണ് സഹോദരി. എൻ്റെ കഥ, നീർമാതളം പൂത്തകാലം എന്നിവയാണ് ഇവരുടെ പ്രധാന കൃതികൾ. ഈസിയാ, ഫുൾ മാർക്ക് കിട്ടും നിങ്ങൾക്ക്. ജീവചരിത്രക്കുറിപ്പ് വരാൻ പ്രാർത്ഥിക്കും, നല്ലോണം മാർക്ക് കിട്ടും കേട്ടോ. അടുത്തത് പ്രവർത്തനം 5. അത് അവർക്ക് മനോമി, അത് അവരുടെ തന്നെ കൃതികളുടെ പേര് ഒന്നും കൂടി കൊടുത്തേക്കണതാണ്. അത് നിങ്ങൾ കൂട്ടിച്ചേർത്ത് എഴുതിയാൽ മതി. പിന്നെ അവർക്ക് കിട്ടിയേക്കുന്ന അവാർഡുകളും കൂടി സൂചിപ്പിച്ചിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവാർഡൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അത് നേടിയിട്ടുണ്ട് എന്ന് എഴുതുക. പേർഷ്യൻ ഏഷ്യൻ പോയട്രി പ്രൈസും കേരള സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നേടിയിട്ടുണ്ട്. ഇനി അല്ലെങ്കിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവാണ്, നേടിയിട്ടുള്ള ആളാണെന്ന് എഴുതുക. എന്ത് വേണമെങ്കിലും. പ്രവർത്തനം 5. ഉർവിയെ പുഷ്പിക്കും കലപോൽ നമുക്കിത്ര നിർവൃതികരം സർഗ വ്യാപാരമുണ്ടോ മുന്നിൽ. ഈ വരികളിലെ ആശയവും ഗ്രാമശ്രീകൾ എന്ന കവിതയിലെ ആശയവും താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അത് ഭയങ്കര ഈസിയാണ്. കാരണം കൃഷിയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. മക്കളെ, നിങ്ങളൊരു കാര്യം എപ്പോഴും താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാൻ പറയുമ്പോൾ ഒരു കവിത നിങ്ങൾ പഠിച്ചത് തരും എന്തായാലും, ഇല്ലേ? അപ്പോ പഠിക്കാത്ത കവിത നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് അത് വായിക്കുമ്പോൾ തലയിൽ കത്തില്ല. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നിങ്ങൾക്ക് പഠിക്കാൻ തന്ന കവിതയിലത്തെ അതേ ആശയം തന്നെയായിരിക്കും മറ്റേലും. അപ്പോൾ മറ്റേന്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ഗ്യാസ് അടിച്ച് വിടാം, എന്തെങ്കിലുമൊക്കെ തള്ളി വിടാം, ഇല്ലേ? ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവും. ഉർവിയെ പുഷ്പിക്കും കലപോൽ നമുക്കിത്ര നിർവൃതികരം സർഗവ്യാപാരമുണ്ടോ മഞ്ഞിൽ. ഉർവി എന്ന് വെച്ചാൽ ഭൂമി. ഭൂമിയെ പുഷ്പിപ്പിക്കുന്ന, അതായത് ഭൂമിയിൽ കൃഷി ചെയ്യുന്ന കല പോലെ വേറെ ഏത് കലയാ നല്ല കല? വേറെ ഏത് കലയാണ് ഇത്ര നല്ല കല? ഭൂമിയിൽ പൂക്കളും പഴങ്ങളും ഉണ്ടാക്കുന്ന കൃഷി ചെയ്യുന്നതല്ലേ ഏറ്റവും വലിയ കല എന്നാണ് ചോദിക്കുന്നത്. അതിന്റെ ആശയവും ഗ്രാമശ്രീകൾ എന്ന കവിതയിലെ ആശയവും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈസിയാണ് അല്ലേ? കാരണം ഗ്രാമശ്രീകളിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? കടത്തനാട്ട് മാധവമ്മ ഗ്രാമശ്രീകളിൽ പറഞ്ഞിരിക്കുന്നത്, വയൽ വരമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ അല്ലെ എൻ്റെ പേന പിടിക്കുന്ന കൈകൾക്ക് നാണം തോന്നിയെന്നാ. കാരണം എന്താ? ഗ്രാമത്തിന്റെ ഐശ്വര്യ സ്ത്രീകളായ, ഐശ്വര്യ ലക്ഷ്മിമാരായ പാടത്ത് പണിക്ക് പോകുന്ന സ്ത്രീകളെ ഞാൻ കണ്ടു. അവരാണ് എല്ലാം, അവർ കാരണമാണ് നമ്മൾ ഭക്ഷണം കഴിച്ച് ജീവിക്കുന്നത്, അല്ലേ? അവരുടെ സംഭാവനയാണ്, അവരുടെ കലയാണ് ലോകത്തിലേക്ക് ഏറ്റവും വലിയ കല. അവരെ തൊഴേണ്ടതാണ്, അവരെയാണ് നമ്മൾ നമസ്കരിക്കേണ്ടത് എന്നാണ് ഗ്രാമശ്രീകളിൽ പറയുന്നത്. എന്നിട്ട് നിങ്ങൾ ആ ഗ്രാമശ്രീകൾ എന്നുള്ള കവിതയുടെ മാർക്ക് അനുസരിച്ചിട്ട് ഓരോ നല്ല മാർക്ക്, 5 മാർക്ക് 6 മാർക്കൊക്കെ ഉള്ളതാണെങ്കിൽ നിങ്ങൾ ആ കവിതയുടെ പരാവർത്തനം, നിങ്ങൾക്കറിയാലോ അതിന്റെ സമ്മറി, അതൊന്ന് എഴുതി വെച്ചേക്കുക. കവിതയുടെ സമ്മറി ഒന്ന് എഴുതി വെച്ചിട്ട് പറയാ, ഈ കവിതയിൽ എന്തിനെയാ പുകഴ്ത്തുന്നത്? കർഷക സ്ത്രീകളെ, അല്ലെ? ഞാൻ കവിയത്തിൽ പറയണ്ട, ഞാനൊരു സാഹിത്യകാരിയാണ്, പേന പിടിക്കുന്ന എൻ്റെ കൈകൾക്ക് പക്ഷെ നാണം വരുന്നു. കാരണം എന്താ? ഈ സ്ത്രീകളാണ് മഹത്തുക്കള്, മഹതികള്. കാരണം അവരാണ് കൃഷി ചെയ്യുന്നവർ, അവരെ പുകഴ്ത്തണം. അപ്പോൾ കർഷകരെ പുകഴ്ത്തുന്ന കവിതയാണ് കർഷകശ്രീ. അതുപോലെ തന്നെയാണ് അതിനു മുമ്പ് തന്നേക്കുന്ന കവിതയും, അതിലും കൃഷിയെ പുകഴ്ത്തിക്കൊണ്ട് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന കവിത നിങ്ങൾക്ക് വായിച്ചിട്ട് മനസ്സിലാവണില്ലെങ്കിൽ നിങ്ങൾ എന്താ എഴുതിയേക്കുക? ഈ നമുക്ക് തന്നിരിക്കുന്ന ഈ മറ്റേ കവിതയിലും ഇതേ ആശയം തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ പാഠത്തിലുള്ള ആശയം എന്താണോ അത് കൃഷിയെക്കുറിച്ചാണ്, പിന്നെ കവിതയിലും കൃഷിയെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞേക്കുന്നതെന്ന് എഴുതുക. അഥവാ വായിച്ചിട്ട് മനസ്സിലായില്ലെങ്കിലും കേട്ടോ, മനസ്സിലാവും. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ചെയ്യേണ്ട കാര്യം പറഞ്ഞേക്കുന്നത് സെയിം ടോപ്പിക്ക് തന്നെയാണ് മറ്റേ കവിതയിൽ എന്ന് പറഞ്ഞിട്ട് അതിലും കർഷകരെ വാനോളം പുകഴ്ത്തുന്നുണ്ട്, കർഷകരുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ അങ്ങനെ എഴുതി വെച്ചേക്കാം, മാർക്ക് കിട്ടും. ഓക്കെ. അടുത്തത്, വായനോത്സവത്തിൽ പ്രഥമ പുരസ്കാരം നേടിയ നിങ്ങളുടെ നാട്ടിലെ സ്കൂൾ വിദ്യാർത്ഥികളെ അനുമോദിച്ച് ഒരു കത്ത് തയ്യാറാക്കുക. വായനോത്സവം ഉണ്ടായെന്ന് വിചാരിക്കൂ, നമ്മുടെ സ്കൂളിലെ വേറെ കുട്ടികൾക്ക് അവിടെ പ്രൈസ് കിട്ടി. അപ്പൊ നിങ്ങൾ എങ്ങനെയാ ഒരു കത്ത് എഴുതുക? ആദ്യം പ്ലേസും ഡേറ്റും വേണം, അല്ലെ? സ്ഥലവും തീയതിയും മറക്കരുത് മക്കളെ. കത്ത് എഴുതുമ്പോ പ്രധാനം എന്താണ്? സ്ഥലവും തീയതിയുമാണ് കേട്ടോ. സ്ഥലം, തീയതി, പ്ലേസ്, ഡേറ്റ് എഴുതിക്കോളാം. ഇവിടെ എന്ത് എഴുതണം? പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ പ്രിയപ്പെട്ട കൂട്ടുകാരെ എന്ത് വേണമെങ്കിലും എഴുതാം. ഓക്കെ, ഈ സൈഡിലൂടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എന്ന് എഴുതുക കേട്ടോ. പ്രിയപ്പെട്ട കൂട്ടുകാരെ എന്ന് എഴുതിയാൽ മതി. വിദ്യാർത്ഥികളെ നിങ്ങളുടെ ഇഷ്ടം എന്താണ് എഴുതേണ്ടത്? കൂട്ടുകാരെ എന്ന് എഴുതാം, പ്രിയപ്പെട്ട കൂട്ടുകാരെ എന്ന് എഴുതാം.
എന്നിട്ട് കത്തങ്ങ് തുടങ്ങുക. ഈസി അല്ലേ കത്ത് തുടങ്ങാനായിട്ട്? കത്ത് തുടങ്ങുമ്പോൾ നമ്മൾ ഇവിടെ പ്രിയപ്പെട്ടാന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇതിന് താഴെ വേണം ഇനി കണ്ടന്റ് എഴുതി തുടങ്ങാൻ അല്ലേ? താഴെ എഴുതി തുടങ്ങുമ്പോൾ പാരഗ്രാഫ് തിരിച്ചു വേണം എഴുതാനായിട്ട്. പാരഗ്രാഫ് തിരിച്ച് എഴുതുമ്പോൾ ഇവിടെ ഇപ്പോൾ മാർജിൻ, എൻ്റെ ഈ കൈ മാർജിൻ ആണെന്ന് വിചാരിക്കൂ. അപ്പൊ നിങ്ങൾ മാർജിന്റെ തൊട്ടടുത്തുനിന്ന് എഴുതി തുടങ്ങരുത്. പ്രിയപ്പെട്ടാന്നുള്ളത് നിങ്ങൾക്ക് മാർജിന്റെ തൊട്ടടുത്തുനിന്ന് എഴുതി തുടങ്ങാം. ഇവിടുന്ന് നിങ്ങൾക്ക് പ്രിയപ്പെട്ടാന്നുള്ളത് എഴുതി തുടങ്ങാം. പക്ഷേ ഇതിന് താഴെ വെച്ച് എഴുതുമ്പോൾ നിങ്ങൾ മാർജിനോട് ചേർത്ത് എഴുതി തുടക്കരുത്. ഇത്തിരി സ്ഥലം വിടണം. എന്തോരം സ്ഥലം വിടണം? നിങ്ങളുടെ കൈയിൻ്റെ 2 വിരൽ വീതി വിടണം. മാർജിനിൽ 2 വിരൽ ഇങ്ങനെ വെക്കുക. എക്സാം ഷീറ്റിന്റെ അവിടെ 2 വിരൽ വെക്കുക. അപ്പൊ ആ വീതി ഉണ്ടല്ലോ, ആ വീതി വിട്ടിട്ട് ഇവിടുന്ന് എഴുതി തുടങ്ങാൻ കാര്യങ്ങൾ. ഓക്കെ, എന്താ എഴുതി തുടങ്ങുക? ആദ്യം നമുക്ക് അഭിനന്ദനം പറയാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇങ്ങനെ സമ്മാനം കിട്ടിയ കാര്യം അറിഞ്ഞു എന്ന് ആദ്യം പറയണം അല്ലേ? പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ നാട്ടിൽ സംഘടിപ്പിച്ച വായനോത്സവത്തിൽ നിങ്ങൾ സമ്മാനാർഹരായ വിവരം ഞാൻ അറിഞ്ഞു. നിങ്ങൾക്ക് സമ്മാനം കിട്ടിയ വിവരം ഞാൻ അറിഞ്ഞു. അതിന് നിങ്ങളെ അനുമോദിക്കാനാണ് ഈ കത്ത് ഞാൻ എഴുതുന്നത് എന്ന് പറഞ്ഞൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാം അല്ലേ? എന്നിട്ട് രണ്ടാമത്തെ പാരഗ്രാഫിൽ വായനയുടെ ഗുണങ്ങളെ പറ്റി അങ്ങ് എഴുതിക്കൊള്ളുക. കാരണം നമുക്ക് കത്തിന് വലുപ്പം വേണം അല്ലേ? വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചു വളർന്നാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും എന്നൊക്കെ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? അത് ശരിയായ അർത്ഥത്തിൽ നിങ്ങൾ എടുത്തു എന്നെനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് വായനോത്സവത്തിൽ സമ്മാനം കിട്ടിയത് എന്നൊക്കെ പറഞ്ഞ് അവരെ ഇങ്ങ് പുകഴ്ത്തിക്കൊള്ളുക കേട്ടോ. അടുത്തതായിട്ട് 3rd പാരഗ്രാഫിൽ ഇനിയും നിങ്ങൾ ധാരാളം വായിക്കണം, എന്തൊക്കെ സഹായം വേണമെങ്കിലും ചോദിക്കണം എന്നൊക്കെ എഴുതുക. പിന്നെ 1-2 പുസ്തകങ്ങളുടെ പേരൊക്കെ ഇതൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ച് വളരെയധികം അഭിനന്ദനങ്ങൾ ഒക്കെ അറിയിച്ചിട്ട് അവസാനം എന്ത് വേണം? 3 പാരഗ്രാഫ് എഴുതണം. അപ്പൊ ആദ്യത്തേൽ എന്താണ്? ഞാൻ ഈ കത്ത് എഴുതുന്നതിന്റെ ഉദ്ദേശം അല്ലേ? നിങ്ങൾക്ക് ഇങ്ങനെ അത് കിട്ടി, അതുകൊണ്ട് എനിക്ക് വലിയ സന്തോഷമായി, ഞാൻ അഭിനന്ദിക്കാനാണ് കത്ത് എഴുതുന്നത് എഴുതുക. രണ്ടാമത്തേൽ വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചും കുറച്ച് പുസ്തകങ്ങളെ പറ്റിയൊക്കെ സജസ്റ്റ് ചെയ്തിട്ടും ഒക്കെ അങ്ങോട്ട് എഴുതുക. മൂന്നാമത്തേൽ വീണ്ടും ഒരിക്കൽ കൂടി അഭിനന്ദനം അറിയിക്കുക, ഇനിയും ഇതുപോലെ വായിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക, ഈ വിജയം ഇന്ന് നിലനിർത്തണം എന്നൊക്കെ പറയുക അവരോട് മൂന്നാമത്തേൽ. ഓക്കെ, എന്നിട്ട് അവസാനം നമ്മൾ ഇതുപോലെ എന്താ വേണ്ടത്? എന്ന് അല്ലെ? സ്നേഹപൂർവം പേര് ഒപ്പ് കേട്ടോ. എന്ന് സ്നേഹപൂർവം പേര് ഒപ്പ്. എന്ന് സ്നേഹപൂർവം പേര് ഒപ്പ്. കാണുന്നുണ്ടല്ലോ അല്ലെ? സ്നേഹപൂർവം പേര് ഒപ്പ്. ഓക്കെ, ഇത്ര മതി കാര്യങ്ങൾ. പിന്നെ അടുത്ത പ്രവർത്തനത്തിലേക്ക് നമുക്ക് പോവാട്ടോ. നെക്സ്റ്റ് സ്ലൈഡ്. ചോദ്യങ്ങൾ തയ്യാറാക്കുക. മക്കളെ, നമുക്ക് അടുത്ത പ്രവർത്തനങ്ങളിലേക്ക് പോവാട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ പോലെ തയ്യാറാക്കിയിരിക്കുന്നത് അവധാരണത്തെ കുറിച്ച് ഇനി പറയേണ്ടതില്ലല്ലോ അല്ലെ? അടുത്തത് താരതമ്യക്കുറിപ്പ് തയ്യാറാക്കുക. ഗ്രാമശ്രീകൾ എന്ന കവിതയും മറ്റൊരു കവിത എന്ന് ഞാനിവിടെ പ്രതീകാത്മകമായിട്ട് പറഞ്ഞേക്കുന്നതാണ്. വേറെ ഏതെങ്കിലും കവിത നിങ്ങൾക്ക് തരും. ആ കവിത വായിച്ചിട്ട് നിങ്ങൾ ഗ്രാമശ്രീകളായിട്ട് കമ്പയർ ചെയ്ത് എഴുതണം. അപ്പൊ ഏത് കവിതയാ തരികയെന്ന് അറിയില്ല അല്ലെ? അത് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആൾക്കാരെ പോലെ ഇരിക്കും. അപ്പൊ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഏത് കവിത തന്നാലും നിങ്ങൾ ആലോചിച്ചോ, അതിൽ കൃഷിനെ പറ്റിയായിരിക്കും പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ മലയാളം വല്ലാണ്ട് അറിയാത്ത കുട്ടികൾക്ക് ആ പുതിയ കവിത വായിച്ചാൽ ഒന്നും മനസ്സിലാവില്ല. നിങ്ങൾ അതിനെപ്പറ്റി പേടിക്കണ്ട മക്കളെ. നിങ്ങൾ ഗ്രാമശ്രീകളുടെ സമ്മറി കാണാണ്ട് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ കടത്തനാട് മാധവിയമ്മ നമ്മുടെ കൃഷിയെ പറ്റി എഴുതിയ കവിതയാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ റെക്കോർഡഡ് വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ. അതിൽ ഇഷ്ടംപോലെ ഞാൻ അതിനെപ്പറ്റി പറയുന്നുണ്ട്, അതിന്റെ സമ്മറി അല്ലേ? അപ്പൊ അത് അങ്ങനെ തന്നെ എഴുതി വെക്കുക. കൃഷിയുടെ മഹത്വത്തെ കുറിച്ചാണ് ഗ്രാമശ്രീകളിൽ പറയുന്നത്. നമ്മൾ മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞു കഴിഞ്ഞു. അതേ കാര്യങ്ങൾ എഴുതി വെക്കുക കേട്ടോ. എന്താണ്? കൃഷി ചെയ്യുന്നവരാണ് മഹത്വമുള്ളവര്. ബാക്കി എന്ത് സാഹിത്യം നമ്മൾ എഴുതിയാലും നമുക്ക് ലജ്ജ തോന്നും. കാരണം കൃഷി പോലെ ഒരു വലിയ കല വേറെയില്ല എന്നൊക്കെ അങ്ങോട്ട് എഴുതി വെക്കുക. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ഗ്രാമശ്രീകൾ. അതിന്റെ സമ്മറി എഴുതി വെക്കുക. താരതമ്യക്കുറിപ്പ് എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ കവിത വായിച്ചിട്ട് അതും ഇതും തമ്മിൽ കമ്പയർ ചെയ്യണം. അപ്പൊ രണ്ടാമത്തെ കവിത വായിച്ചിട്ട് ഒന്നും മനസ്സിലായില്ല എന്നുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അവർ എന്തെഴുതണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പുതിയ കവിതയിലും, അതായത് അവർക്ക് തന്നേക്കുന്ന ആ കവിത ഉണ്ടല്ലോ, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു കവിത ഉണ്ടാവും, ആ കവിതയുടെ 2 വരികൾ അങ്ങോട്ട് പകർത്തി എഴുതിയേക്കാം. സൂത്രമാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. എന്നിട്ട് പറയാ, ഈ കവിതയിലും കൃഷിയെ പറ്റി തന്നെയാണല്ലോ പറയുന്നത്
നിങ്ങൾക്ക് അങ്ങ് മനസ്സിലായി എന്ന് വിചാരിച്ചോട്ടെ ടീച്ചർ അല്ലേ. ഇവിടെ കൃഷിയുടെ മഹത്വത്തെക്കുറിച്ച് തന്നെയാണ് ഈ കവിതയിലും പറയുന്നത്. അതുകൊണ്ട് ഗ്രാമശ്രീകൾ എന്ന കവിതയും ഈ കവിതയും ഒരേ ആശയത്തെ പറ്റി തന്നെ പറയുന്നു, കൃഷിയുടെ മഹത്വത്തെ പറ്റി പറയുന്നു എന്ന് എഴുതി വെക്കുക കേട്ടോ. ഒരു സൂത്രം കിട്ടിയില്ലേ പരീക്ഷയ്ക്ക് എങ്ങനെ ടീച്ചർമാരെ പറ്റിക്കാന്ന്? അത്ര എഴുതി വെച്ചാൽ മാർക്ക് കിട്ടും. ഓക്കെ, അടുത്തത് പ്രവർത്തനം 3. ഏതെങ്കിലും ഒരു ഗ്രാമീണ കലാരൂപത്തിൽ പങ്കെടുത്തതിന്റെ അല്ലെങ്കിൽ അത് കണ്ടതിന്റെ അനുഭവക്കുറിപ്പ് തയ്യാറാക്കുക. നിങ്ങൾക്ക് കുമ്മാട്ടി പഠിക്കാല്ലേ, അതാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നേക്കണത് കേട്ടോ. ഏതെങ്കിലും ഒരു നാടൻ കലാരൂപം കണ്ടു അല്ലെങ്കിൽ നിങ്ങൾ അതിൽ പങ്കെടുത്തു, അതിന്റെ അനുഭവക്കുറിപ്പ് എഴുതാൻ. എൻ്റെ മിസ്സേ, ഞങ്ങൾ ഈ ഫ്ലാറ്റിൽ നിന്ന് പുറത്തിറങ്ങാണ്ട് ഒരെണ്ണം കണ്ടിട്ടില്ല, ടി വിയിലല്ലാണ്ട് ഒന്നിലും പങ്കെടുത്തിട്ടില്ല. പേടിക്കണ്ട, കുമ്മാട്ടി എന്നുള്ള പാഠമില്ലേ, അത് പഠിച്ചിട്ടില്ലേ, അത് വെച്ചങ്ങ് എഴുതിയേക്ക, നിങ്ങൾ അങ്ങോട്ട് കുമ്മാട്ടി കളിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എങ്ങനെയാ തുടങ്ങുക? കഴിഞ്ഞ ഓണക്കാലത്ത് ഞാൻ എൻ്റെ അമ്മാവൻ്റെ വീട്ടിൽ പോയപ്പോൾ കുമ്മാട്ടി എന്ന നാടൻ കലാരൂപത്തിൽ പങ്കെടുത്തു. വെറുതെ അങ്ങ് പറഞ്ഞേക്കല്ലേ, സത്യമാണോ ഇല്ലോ എന്നൊക്കെ ആരാ നോക്കാൻ പോണ്? കുമ്മാട്ടിക്കളി എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു അല്ലേ. ഓണക്കാലത്ത് കുമ്മാട്ടി കളി ഞാൻ കണ്ടിട്ടുണ്ട് മാമൻ്റെ വീട്ടിൽ പോയപ്പോ. ഇത്തവണ പോയപ്പോ ഞാൻ അതിലങ്ങ് പങ്കെടുത്തു. അതിന്റെ അനുഭവമാണ് ഞാനിപ്പോ എഴുതാൻ പോണ്. ഇനി അനുഭവം എന്താ എഴുതുക മക്കളെ? അത് നിങ്ങൾ എഴുതേണ്ടത് എന്താണ്? കുമ്മാട്ടി എന്നുള്ള പാഠത്തിന്റെ കാര്യങ്ങൾ എഴുതി വെക്കുക. കുമ്മാട്ടിക്കളിയെ കുറിച്ചുള്ള അനുഭവക്കുറിപ്പാണ് ഞാൻ എഴുതാൻ പോകുന്നതെന്ന് പറയാം. എന്നിട്ട് കുമ്മാട്ടി എന്നുള്ള പാഠത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ എപ്പോഴാണ് കുമ്മാട്ടിക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുകയെന്ന്. തലേ ദിവസം തന്നെ കുമ്മാട്ടി കളിക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കും. അപ്പൊ നിങ്ങൾ എഴുതിയേക്കുക, തലേ ദിവസം തന്നെ ഞങ്ങൾ എല്ലാവരും കൂടി കുമ്മാട്ടി കളിക്കാനുള്ള ഒരുക്കങ്ങൾ അങ്ങ് ആരംഭിച്ചു എന്ന്. എങ്ങനെയാ കുമ്മാട്ടിയുടെ ഒരുക്കങ്ങൾ ആരംഭിക്കുക? തലേ ദിവസം കുമ്മാട്ടി കളിക്കുന്നവർ മേല് വെച്ച് കെട്ടാനുള്ള പുല്ല് ശേഖരിക്കും, പർപ്പിടക പുല്ല്. അപ്പോൾ നിങ്ങളുടെ അനുഭവമായിട്ട് നിങ്ങൾ എഴുതുക. ഞാനും എൻ്റെ കൂട്ടുകാരും കൂടി പറമ്പിലും പാടത്തൊക്കെ പോയിട്ട് കുമ്മാട്ടി കളിക്കുമ്പോൾ മേത്ത് വെച്ച് കെട്ടാനുള്ള പുല്ല് ശേഖരിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ആ പുല്ല് മെടയും അല്ലേ, പുല്ല് ഞങ്ങൾ എല്ലാവരും കൂടി മെടഞ്ഞു. അതിനുശേഷം രാവിലെ ആ പുല്ല് ആശാൻ ഞങ്ങളുടെ മേത്ത് വെച്ച് കെട്ടി തന്നു. മേത്ത് വെച്ച് കെട്ടുന്ന എഴുതിയിട്ടുണ്ടായില്ല, മേത്ത് വെച്ച് കെട്ടിയെന്ന് എഴുതിക്കോ, മേത്ത് വെച്ച് കെട്ടി തന്നു. അതിനുശേഷം കുമ്മാട്ടിയിൽ ഏത് വേഷമാണ് നിങ്ങൾ അണിഞ്ഞതെന്ന് എഴുതിക്കോ. പലതരത്തിലുള്ള വേഷങ്ങളുണ്ട്, നിങ്ങൾ ഇഷ്ടമുള്ളൊരു വേഷം എഴുതിക്കോളൂ കേട്ടോ. ഹനുമാന്റെ വേഷം എന്താണെങ്കിലും എഴുതിക്കോ, ഹനുമാന്റെ വേഷമായിരുന്നു ഇരിക്കും. അപ്പോൾ മുഖത്ത് വെക്കാനുള്ള മുഖം മൂടി, ഹനുമാന്റെ മുഖം മൂടി ഞങ്ങൾ അണിഞ്ഞു. മുഖം മൂടി അണിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും? നിങ്ങളുടെ പാഠത്തിലുണ്ടതൊക്കെ. അവര് അടുത്തുള്ള അമ്പലത്തിൽ പോയിട്ട് തേങ്ങ ഉടയ്ക്കുന്നു. എഴുതാ, ഞാനും കൂട്ടുകാരും ഒക്കെ കൂടി അമ്പലത്തിൽ പോയിട്ട് തേങ്ങ ഉടച്ച് തൊഴുതു. അനുഭവമായില്ലേ? പിന്നീട് ഞങ്ങൾ കുമ്മാട്ടിപ്പാട്ടുകൾ പാടിയിട്ട്, ആശാനാണ് കുമ്മാട്ടിക്ക് കളിക്കേണ്ട കളിയുടെ ചുവടുകൾ പഠിപ്പിച്ചു കൊടുക്കാമെന്ന് നിങ്ങളെ പാഠത്തിലുണ്ട്. അപ്പോൾ ആശാൻ എനിക്ക് കുമ്മാട്ടി കളിക്കേണ്ട വിധം അതെങ്ങനെയാണെന്ന് അതിനുള്ള ചുവടുകളൊക്കെ പഠിപ്പിച്ചു തന്നു. ഞാൻ അതൊക്കെ പഠിച്ചു. ഞാനും കൂട്ടുകാരും കൂടി ഓണത്തിൻ്റെ ദിവസം അല്ലെങ്കിൽ ഓണത്തിൻ്റെ തലേ ദിവസം പല പല വീടുകളിൽ കയറി ഇറങ്ങി കുമ്മാട്ടി കളിച്ചു. അതെനിക്ക് വല്ലാത്തൊരു അനുഭവമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ മറക്കില്ല എന്ന് എഴുതുക. അത്രയേ ഉള്ളൂ. അപ്പൊ മക്കൾക്ക് സൂത്രം മനസ്സിലായില്ലേ എന്താ ചെയ്യേണ്ടതെന്ന്? ടെക്സ്റ്റ് നന്നായിട്ട് പഠിച്ചു വെക്കുക. ടെക്സ്റ്റിലുള്ള വാചകങ്ങൾ തന്നെ ഞാൻ കണ്ടു, ഞാൻ ചെയ്തു, എനിക്ക് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് എഴുതിയാൽ അനുഭവക്കുറിപ്പായി. ഓക്കെ, അടുത്തത് വിത്തെന്ന മഹാത്ഭുതം എന്ന പാഠത്തിലെ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ന് കേരളത്തിൽ നമുക്ക് ലഭിക്കുന്ന പച്ചക്കറികളിൽ കീടനാശിനികളുടെ ഉപയോഗത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കുക. വിത്ത് എന്ന മഹാത്ഭുതം ഓർക്കുണ്ടോ? പാഠം നല്ല പാഠമാണ് അതല്ലേ, ചെറുവയൽ രാമന്റെ. അതിൽ പറയുന്നുണ്ട് 8 മാസം മൂപ്പാവുമ്പോഴാണ് നമ്മൾ അധികവും വിത്ത് എടുക്കുന്നത് അല്ലെ. നാളികേരത്തിന്റെ ആയാലും അടക്കയുടെ ആയാലും വിളകൾ എടുക്കേണ്ടത് 8 മാസമൊക്കെ മൂപ്പാവുമ്പോഴാണ്. മദ്യത്തിൽ നിന്നുള്ള വിത്താണ് എടുക്കേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഈ വിത്ത് എങ്ങനെ ഉണക്കി സൂക്ഷിക്കണം എന്നാ പറയണത്? കാറ്റും മഞ്ഞും ഒക്കെ കൊള്ളിച്ച് ഉണക്കി സൂക്ഷിക്കണം. അപ്പോഴാണ് അതിന് നാച്ചുറൽ ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി കിട്ടുക, സ്വാഭാവികമായിട്ടുള്ള രോഗപ്രതിരോധ ശേഷി. പക്ഷെ ഇന്ന് നമ്മൾ ഹൈബ്രിഡ് വിത്തുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഈ വിത്തുകൾ കീടനാശിനിയിൽ മുക്കിയിട്ടാണ് സൂക്ഷിക്കുന്നതെന്ന് പറയുന്നുണ്ട്. കാരണം സ്വാഭാവികമായിട്ടുള്ള ഒരു രോഗപ്രതിരോധ ശേഷി ആ വിത്തുകൾക്ക് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കീടനാശിനിയിൽ മുക്കേണ്ടത്. ഇനി നിങ്ങളുടെ അഭിപ്രായം, ഇന്ന് ലഭിക്കുന്ന പച്ചക്കറികളിൽ കീടനാശിനി പ്രയോഗം എന്തോരമുണ്ട് എന്നുള്ളത് അത് നിങ്ങൾ തനിയെ എഴുതേണ്ടതാ. നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റും എന്ത്, ഇന്ന് നമുക്ക് കിട്ടുന്ന 90% പച്ചക്കറികളും കീടനാശിനി ഉപയോഗിച്ചിട്ടുള്ളതാണ് കിട്ടുന്നത്. ഈ കീടനാശിനികൾ വരുത്തുന്ന ദോഷങ്ങൾ എന്തൊക്കെയാ മക്കളെ? കൊല്ലുന്നു അല്പാൽപമായി നമ്മളെയും, വേറൊന്നും പറയാനില്ല, ഇഞ്ചിഞ്ചായിട്ട് കൊന്നുകൊണ്ടിരിക്കുകയാണ്. ക്യാൻസർ മുതൽ വൃക്കരോഗം വരെ പല അസുഖങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കുകയെന്ന് മലയാളിക്ക് അല്ലേ.
ആശുപത്രികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. ടെക്സ്റ്റൈൽസ് ആണോ ആശുപത്രികളാണോ കൂടുതൽ നമുക്ക് വരണമെന്ന് സംശയം തോന്നുന്നുണ്ട് ഇല്ലേ? ഹോട്ടലുകളാണോ ആശുപത്രികളാണോ കൂടുതൽ വരുന്നത്? നിറയെ ആശുപത്രികൾ വരിക. ഇത്രയധികം ആശുപത്രികൾ വരുന്ന കാണുമ്പോൾ നമുക്ക് സംശയം തോന്നും, ഇതിന് മാത്രം രോഗികളുണ്ടോ? ഉണ്ട്. ആശുപത്രികളിൽ സ്ഥലമില്ലാത്ത അവസ്ഥയാണ്. പലതരം രോഗങ്ങൾ, നമുക്കിങ്ങനെ പുതിയ രോഗങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന്റെ പ്രധാന കാരണം നമ്മുടെ ഭക്ഷണ രീതിയാണ്. നമുക്ക് കിട്ടുന്ന പച്ചക്കറികളിലാവട്ടെ മാംസത്തിലാവട്ടെ എല്ലാത്തിലും മായവും കീടനാശിനികൾ എല്ലാത്തിൻ്റെ ഉപയോഗം വളരെയധികം കൂടുതലാണ്. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായക്കുറിപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ മഞ്ജുവാരുടെ സിനിമ ഒന്ന് കണ്ടാൽ മതി, ഹൗ ഓൾഡ് ആർ യു. പരീക്ഷയുടെ തലേദിവസം ഇപ്പം അതിരുന്ന് കാണാൻ നിൽക്കണ്ട, അത് കാണേണ്ടതായിരുന്നു നിങ്ങൾ പഠനത്തിന്റെ ഭാഗമായിട്ട്. അതിൽ കാണിക്കുന്നുണ്ട് അല്ലേ, കർഷകന് ലാഭം കിട്ടണമെങ്കിൽ കീടനാശിനി ഉപയോഗിച്ചേ തീരും. കാരണം കൊളലാഭമാണല്ലോ ഉദ്ദേശം. അപ്പൊ അവരത് ഉപയോഗിച്ചു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളത് മേടിക്കുമ്പോൾ പരമാവധി മഞ്ഞൾ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് അതിന്റെ ഒരു എഫക്റ്റ് കളഞ്ഞിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. അപ്പൊ നിങ്ങൾ കുഞ്ഞു കുട്ടികളാണ്, വല്ലാണ്ട് ശാസ്ത്രീയമായിട്ടൊന്നും എഴുതണ്ട, കുറച്ചൊക്കെ പോയിന്റ്സ് ഇങ്ങനെ എഴുതുക. എന്താണ്? കർഷകന് ലാഭം കിട്ടാൻ വേണ്ടി ഇന്ന് ധാരാളം കീടനാശിനി ഉപയോഗിക്കുന്നുണ്ട് മാർക്കറ്റില്. അപ്പൊ നമ്മൾ കീടനാശിനിയിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി നമ്മൾ എടുക്കേണ്ട മാർഗങ്ങൾ നമ്മൾ പറയാം. ഉപ്പുവെള്ളത്തിൽ മുക്കി വെക്കുക, മഞ്ഞൾ വെള്ളത്തിൽ മുക്കി വെക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇനി ഇതുമൂലം നമുക്കുണ്ടാകുന്ന ദോഷങ്ങൾ എഴുതുക. കീടനാശിനി കാരണം നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ, ക്യാൻസർ മുതൽ വൃക്കകളുടെ പ്രവർത്തനം തകരാറിലാവുന്നത് വരെ പലതരത്തിലുള്ള വലിയ വലിയ അസുഖങ്ങൾ ഇന്ന് മലയാളിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അവന്റെ ഭക്ഷണശീലത്തിലൂടെയാണ്, കീടനാശിനി പ്രയോഗങ്ങളിലൂടെയാണ്. പച്ചക്കറി വേവിക്കാതെ ഒന്ന് പച്ചയ്ക്ക് തരണമെന്ന് വെച്ചാൽ പറ്റാത്ത അവസ്ഥയാണ്. കാരണം എന്താ? അത്രയധികം കീടനാശിനിയാണ് ഉള്ളത്. പിന്നെ നമ്മൾ വേറെ ഒന്നും വിഷമൊന്നും കഴിച്ച് മരിക്കേണ്ടി വരില്ല, ഇത് മാത്രം കഴിച്ചാൽ മതിയാവും. അത്രയ്ക്കധികം ഉണ്ട് അതിൻ്റെ അളവ്. അപ്പൊ അതിനെക്കുറിച്ച് എഴുതിക്കൊള്ളുക. ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താ അതിനെ പറ്റിയിട്ട്? സങ്കടകരമായ അഭിപ്രായമാണുള്ളത് അല്ലേ? ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വന്നേ പറ്റൂ. ഈ അവസ്ഥയ്ക്ക് മാറ്റം വരണമെങ്കിൽ നമ്മൾ പരമാവധി എന്ത് ചെയ്യണം? നമ്മൾ തന്നെ കൃഷിയിലേക്ക് തിരിഞ്ഞ് നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ നമ്മുടെ തൊടിയിൽ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം. അതിന് 24 മണിക്കൂറും മൊബൈലും പിടിച്ച് കുത്തിയിരിക്കാതെ ആ പാവപ്പെട്ട അമ്മ അടുക്കളയിൽ ഇരിക്കട്ടോ അല്ലേ, ആ അമ്മേനെ ചില കാര്യങ്ങളിലൊക്കെ ഒന്ന് സഹായിക്കണം. അതുകൊണ്ട് വീട്ടിലേക്ക് വേണ്ട പാചകം എന്തായാലും അമ്മ ചെയ്യും, കൃഷിയും കൂടി അമ്മ അങ്ങ് ചെയ്തോട്ടെ, അങ്ങനെ വെച്ചിരിക്കരുത്. ഓരോ കുട്ടികളും, ചെറിയ കുട്ടികളാണെങ്കിൽ കൂടി ഒരു 5 വയസ്സ് 6 വയസ്സ് കഴിയുമ്പോൾ തൊട്ട് നമ്മുടെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തം, നമ്മുടെ ഭക്ഷണത്തിന്റെ ഉത്തരവാദിത്തം അത് നമ്മൾ തന്നെ ഏറ്റെടുക്കണമെന്ന് കുട്ടികളായി നിങ്ങൾ മനസ്സിലാക്കി കഴിയുന്നത്ര നമ്മൾ കൃഷിയിലേക്ക് തിരിഞ്ഞ്, അപ്പൊ നമ്മൾ കീടനാശിനി ഉപയോഗിക്കില്ല, നമുക്ക് തിന്നേണ്ട സാധനമാണ് അല്ലേ, അങ്ങനെ എടുത്ത് ഭക്ഷിക്കുകയാണ് നല്ലത്. അല്ലാതെ കച്ചവടക്കാരെ നേരെയാക്കാൻ പോയിട്ട്, കൃഷിക്കാരെ നേരെയാക്കാൻ പോയിട്ട് അവരെ നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇത്ര കുറച്ച് ലാഭം മതി, കീടനാശിനി ഉപയോഗിക്കരുതെന്ന്. നമുക്ക് സാധിക്കുമോ? അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാം അല്ലേ. നമുക്കൊരു പച്ചക്കറി തോട്ടം ഉണ്ടാക്കാം. ഓക്കെ, അങ്ങനെ നമുക്ക് കൃഷിയിലേക്ക് തിരിയാം. കഴിയുന്നത്ര ചെറുകിട വ്യാപാരികളൊക്കെ ഉണ്ട്. അതായത് നമ്മുടെ തന്നെ ഗ്രാമത്തില് ചെറിയ അടുക്കള തോട്ടങ്ങളൊക്കെ ഉണ്ടാക്കി ചെറിയ കൃഷിയിടങ്ങളിൽ ജൈവ വളങ്ങളൊക്കെ ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന ആളുകൾ, അവരിൽ നിന്ന് മാത്രം പച്ചക്കറി മേടിക്കാം. അതൊക്കെ നമുക്ക് ചെയ്യാം അല്ലേ. ഇത്തരം കാര്യങ്ങൾ ചെയ്യാം. അടുത്തത് കുമ്മാട്ടി എന്ന പാഠം വായിച്ചല്ലോ. ഇത്തരം കലകൾ കേരളത്തിൽ നിന്ന് അപ്രത്യക്ഷമാവുകയാണ്. നിങ്ങളുടെ വിശകലന കുറിപ്പ് തയ്യാറാക്കുക. സത്യമാണോ അത്? ആണ് അല്ലേ. അപ്പൊ നിങ്ങൾ എഴുതിയേക്കാം, കേരളം നാടൻ കലകളുടെ ഒരു കേന്ദ്രമായിരുന്നു പണ്ട് കാലത്ത് അല്ലേ. കുമ്മാട്ടിക്കളി, പാമ്പ് തുള്ളൽ, സർപ്പം തുള്ളൽ, പലതരത്തിലുള്ള കലാരൂപങ്ങൾ നമുക്ക് ഉണ്ടായിരുന്നു. പൂതനും തിറയും അതൊക്കെ ഒന്ന് എഴുതിയേക്കാട്ടോ. തെയ്യം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. തെയ്യം, പൂതനും തിറയും, പിന്നെ പടയണി, അതൊക്കെ അനുഷ്ഠാന കലകളും നാടൻ കലകളും കൂടിയാണ്. കുമ്മാട്ടി, അത്തരത്തിലുള്ള അനേകം കലകൾ കേരളത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഏതൊക്കെയാ ഉണ്ടായിട്ടുള്ളത് ഒന്ന് പറഞ്ഞേ. പൂതനും തിറയും, പടയണി, തെയ്യം, കുമ്മാട്ടി. ഓക്കെ, 4 കലയുടെ പേരെങ്കിലും നിങ്ങൾ എഴുതുക. നിങ്ങൾ കുഞ്ഞു കുട്ടികളല്ലേ, അത്രയൊക്കെ മതി. പിന്നെ ഓണവില്ല് എന്ന് പറഞ്ഞിട്ടൊരു ഉപകരണം വീട്ടിൽ നടക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കേരളത്തിൽ ആദ്യകാലത്ത് ധാരാളം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഇത് ചില സമയത്ത് മാത്രമുള്ള അപൂർവ കാഴ്ചയായിട്ട് മാറുകയാണ് അല്ലേ. ഇത് നമുക്കൊന്ന് നേരിട്ട് കാണണമെന്നുണ്ടെങ്കിൽ പലപ്പോഴും യൂട്യൂബിൽ ടൈപ്പ് ചെയ്തിട്ട് കാണേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ്. നമുക്കിന്നൊരു പടയണി കാണണം അല്ലെങ്കിൽ ഒരു തെയ്യം കാണണം എന്ന് വെച്ചാൽ നമുക്ക് പലപ്പോഴും യൂട്യൂബ് വീഡിയോകളെ ആശ്രയിക്കേണ്ടി വരികയാണ്. കാരണം നേരിട്ട് കാണുക എന്നുള്ള സന്ദർഭങ്ങൾ വളരെ കുറച്ചായി മാറിയിരിക്കുന്നു. അത് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുക. തീരെ ഇല്ല എന്നല്ല, പക്ഷെ ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്.
പണ്ട് കാലത്ത് ഓണമായാൽ എല്ലാ വീട്ടിലും കുമ്മാട്ടി വരും. കുമ്മാട്ടി വരാത്ത വീടുകളില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയെ മാറിയിട്ട് ഇന്നിപ്പോൾ ഇത് വളരെ അപൂർവ കാഴ്ചയാണ് കുമ്മാട്ടിയൊക്കെ. ഇനി ആ അപൂർവ കാഴ്ചയിൽ തന്നെ അതിൻ്റെ തനിമയോടുകൂടി അതിൻ്റെ യഥാർത്ഥ പുല്ലൊക്കെ ഉപയോഗിച്ച് യഥാർത്ഥ രീതിയിൽ അരങ്ങേറുന്നത് വളരെ കുറച്ചാണ്. എന്തൊക്കെയോ കാട്ടിക്കൂട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അപ്രത്യക്ഷമാവുന്നതിന് കാരണം എന്തായിരിക്കാം? നമ്മൾ മലയാളികളുടെ ജീവിത ശൈലിയിലുള്ള മാറ്റമാണ്. നമുക്കിന്നിങ്ങനെ കൂട്ടായ്മയോടുകൂടി കാര്യങ്ങൾ ആഘോഷിക്കാനുള്ളൊരു മനസ്സൊക്കെ പോയിട്ട് സ്വന്തം വീടിൻ്റെ മുറികളിൽ ഇരുന്ന് TV കാണുക, മൊബൈലിൽ നോക്കുക, കളി കളിക്കുക, ഇതിലാണ് കൂടുതൽ സോഷ്യൽ മീഡിയ, ഇതിലാണ് നമ്മുടെ കൂടുതൽ ആഗ്രഹവും സന്തോഷമൊക്കെ അല്ലേ. പക്ഷെ ഇത്തരം നാടൻ കലകളുണ്ടല്ലോ, അത് നമ്മൾ ഒത്തുചേർന്ന് നടത്തേണ്ട കലകളാണ്. ഈ കുമ്മാട്ടിക്കളി, സർപ്പം തുള്ളൽ അല്ലെ, പാമ്പ് തുള്ളൽ എന്നൊക്കെ പറഞ്ഞൊരു കലയുണ്ടായിരുന്നു നമുക്ക്. സർപ്പം തുള്ളൽ, കളമെഴുത്ത് പാട്ട്, പടയണിക്കൊക്കെ അനേകം നാളുകളുടെ ഒരുക്കം വേണം, അനുഷ്ഠാന കലയാണ് അതിനൊക്കെ. ഇതിനൊക്കെ ഒരുപാട് കാലത്തെ പ്രയത്നവും ഒരുപാട് വ്രതമെടുക്കലും കൂട്ടായ്മ, ആളുകൾ തമ്മിലുള്ള ഒരു സഹകരണവും ഒക്കെ വേണം. എന്നിട്ട് ഇതൊരു സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ടും അല്ല ചെയ്യുന്നത്. അത് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ആഹ്ലാദം ഉണ്ടല്ലോ മനസ്സിന്, അതാണ് അതിൻ്റെ ലക്ഷ്യം. പക്ഷെ ഇന്ന് നമ്മുടെ മലയാളി നമ്മുടെ ജീവിതം ചുരുങ്ങിപ്പോയി. അവനവൻ്റെ മാത്രം കുഞ്ഞു കുഞ്ഞു ലോകങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ സ്വാർത്ഥരാകുകയാണ്. അതുകൊണ്ടാണ് ഇത്തരം കലകൾ അപ്രത്യക്ഷമായി തീരുന്നത് കേട്ടോ. ഇതിനൊക്കെ പകരം നമുക്കിന്ന് ഹാവലിൻ പാർട്ടി അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ എന്തോരം ഇതുപോലെ ഹാലോവിൻ പാർട്ടിയൊക്കെ ഇന്നും ഇതുമാതിരി എത്രമാത്രം കൂട്ടായ്മ ഉണ്ട് എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ഇങ്ങനത്തെ കൂട്ടായ്മകൾ നമുക്ക് അന്യം നിന്ന് പോവുകയാണ്. അതിൻ്റെ പ്രധാന കാരണം നമ്മുടെ സ്വാർത്ഥതയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതാണ് നിങ്ങളുടെ വിശകലനക്കുറിപ്പ്. ഓക്കെ, അടുത്തത്. ഒന്നായി പണിയെടുത്തുണ്ണണം നാം എല്ലാവരും എല്ലാവർക്കും ഓമനകൾ. ഈ കവിതയുടെ ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ വിത്ത് എന്ന മഹാത്ഭുതം എന്ന പാഠത്തിന് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. വിത്ത് എന്ന മഹാത്ഭുതം എന്നത് ഒരു കർഷകന്റെ ആത്മകഥയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് അല്ലെ. കൃഷി തന്നെ ജീവിതമാക്കിയ ഒരാൾ, അദ്ദേഹം എത്തരത്തിലുള്ള വിത്തുകളാണ് കൂടുതൽ നല്ല വിള നൽകുക, കൃഷി എങ്ങനെ നന്നായി ചെയ്യാം എന്നാണ് ആ പാഠത്തിൽ പറയുന്നത് അല്ലെ. ഇനി ഈ വരിയിൽ എന്താണ്? ഒന്നായി പണിയെടുത്തുണ്ണണം നാം. നമ്മൾ എല്ലാവരും ഒന്നിച്ചു അധ്വാനം ചെയ്ത് ഭക്ഷണം കഴിക്കണം. എല്ലാവരുടെയും പ്രിയപ്പെട്ടവരാണ്. ഒന്നിച്ചു നിൽക്കുന്ന ഒരു മലയാള നാട്, മാവേലി വാണിടുന്ന ഒരു മലയാള നാടിനെയാണ് അത് സൂചിപ്പിക്കുന്നത് അല്ലെ. അതേ ആശയം തന്നെയാണ് വിത്ത് എന്ന മഹാത്ഭുതത്തിലുള്ളത്. എങ്ങനെ നല്ല വിത്തുകൾ ശേഖരിക്കാം, എങ്ങനെ വിള വർദ്ധിപ്പിക്കാം എന്നൊക്കെ ചെറുവയൽ രാമൻ എഴുതിയിരിക്കുകയാണ് അല്ലെ. എന്നിട്ട് ആ പാഠത്തിന്റെ ഒരു സമ്മറി എഴുതിയേക്കുക. ഞാനിപ്പോൾ പറഞ്ഞ കാര്യം ഇൻട്രൊഡക്ഷൻ ആയിട്ട് എഴുതുക, പാഠത്തിന്റെ ഒരു ചെറിയ സമ്മറി എഴുതി വെക്കുക. എന്നിട്ട് അറിയാം, നമ്മുടെ ഇന്നത്തെ കാലത്ത് കൃഷി മറക്കുന്ന നമുക്ക് മലയാളിക്ക് അല്ലെ ഒരു അത്ഭുതകരമായ കുറിപ്പാണ് വിത്ത് എന്ന മഹാത്ഭുതം എന്നുള്ളത്. നമ്മൾ നമ്മുടെ വേരുകൾ മറക്കാൻ പാടില്ല, കൃഷി നമ്മൾ മറക്കാൻ പാടില്ല, അതെങ്ങനെ ഫലപ്രദമായി ചെയ്യാമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് എന്ന് കൺക്ലൂഷൻ എഴുതുക. ഓക്കെ, അപ്പൊ മക്കളെ പാഠഭാഗങ്ങൾ നന്നായിട്ട് പഠിച്ചിരിക്കണം. അപ്പൊ പ്രവർത്തനങ്ങൾ എങ്ങനെയാ വരികയെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഡയറി കുറിപ്പായിട്ട് വരും അല്ലേ. ചിലപ്പോൾ ഡയറി കുറിപ്പായിട്ട് വന്നേക്കാം, ഡയറി എഴുതുന്ന പോലെ എഴുതാൻ വരും. ചിലപ്പോൾ കത്ത് തയ്യാറാക്കാൻ വന്നേക്കാം, ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ വന്നേക്കാം. ഇനി പത്രവാർത്തയായിട്ടും ഒക്കെ ചിലപ്പോൾ വരാറുണ്ട് കേട്ടോ. അത് ഞാൻ മലയാളം ഫസ്റ്റിന് നിങ്ങൾക്ക് വിശദമായിട്ട് തന്നിട്ടുണ്ട്, അതാണ് ഇപ്പൊ വീണ്ടും പറയാത്തത്. ചിലപ്പോൾ പത്രവാർത്ത പോലെയൊക്കെ തയ്യാറാക്കാൻ പറഞ്ഞേക്കാം. അത് നമുക്ക് ലൈവ് ക്ലാസ്സിൽ അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറഞ്ഞേക്കാം. ഇങ്ങനത്തെ തരത്തിലുള്ള ചോദ്യങ്ങളാണ് വരിക. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് നന്നായിട്ട് പഠിച്ചിട്ട് വേണം ഈ ഫോർമാറ്റിൽ ഇതിനെ ഉൾക്കൊള്ളിക്കാനായിട്ട്. അപ്പോൾ ടെക്സ്റ്റ് തറവാക്കുക, ബാക്കി കാര്യങ്ങളുടെ ഫോർമാറ്റ് നമുക്കിങ്ങനെ ഡിസ്കസ് ചെയ്ത് പഠിക്കാം. അപ്പോൾ നന്നായിട്ട് ടെക്സ്റ്റ് വായിച്ചിട്ട് പോവാം. ഓക്കെ.